ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്നിലെ ആശംസ എന്ന പാഠഭാഗമാണ്. കുട്ടികളെ, നിങ്ങളെല്ലാവരും ചിത്രം നോക്കിയേ. എന്താണ് നിങ്ങളാ കാണുന്നത്? ഒരു കൊച്ചു പെൺകുട്ടി എന്താണ്, ഒരു തത്തയെ തുറന്നു വിടുകയാണല്ലേ. എന്തുകൊണ്ടാണ് ആ തത്തയെ തുറന്നു വിടുന്നത്? തത്തയ്ക്ക് എന്താണ്, പാറി പറന്ന് നടക്കാനാണ് ആഗ്രഹം അല്ലേ. അതിനെ കൂട്ടിലടച്ചു കഴിഞ്ഞാൽ അതിന് പാറി പറക്കാനോ അതിന് ഇഷ്ടപ്പെട്ട പഴങ്ങളോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ കഴിയില്ല അല്ലേ. നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ മുറിയിലിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് പോവാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഓടാനോ ചാടാനോ നമുക്ക് സ്വതന്ത്രമായി നടക്കാനൊന്നും കഴിയില്ല. അപ്പം മനുഷ്യന് ഉൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കും എന്താണ്, സ്വാതന്ത്ര്യം ആവശ്യമാണല്ലേ. അവർക്ക് സ്വതന്ത്രമായി പാറി നടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും. അപ്പം ഇതാണ് കവിതയിൽ, ആശംസ എന്ന കവിതയിൽ പ്രധാനമായിട്ടും കവി പറയുന്നത്. പ്രശസ്ത മലയാള കവി പി മധുസൂദനൻ എഴുതിയ മനോഹരമായൊരു കൊച്ചു കവിതയാണ് ആശംസ. ഈ കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ആശംസ. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. അവരുടെ ഹൃദയം നിങ്ങളുടേതിനു മുത്തുമെടിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മുത്തുമുഴങ്ങട്ടെ. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. എന്താണ് കവി ഇവിടെ പറയുന്നത്? എല്ലാവരെയും സ്നേഹിക്കണമെന്ന് നമ്മോട് പറയുന്ന കവിതയാണിത്. അതായത് നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ, മാത്രമല്ല മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേതു കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കരുതലോടെ ചേർത്ത് നിർത്തണമെന്ന് കവി പറയുന്നു. പിന്നെന്താ പറയുന്നത്? അവരുടെ ഹൃദയം നമ്മുടേതിനും ഒപ്പമിടിക്കട്ടെ, അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായി ഏറ്റെടുക്കണമെന്നും കവി പറയുന്നു. നാം ജീവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവരെയും പ്രാപ്തരാക്കണമെന്ന ആശംസയാണ് അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മുത്തുമുഴങ്ങട്ടെ എന്നത്. നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതെയാകണം. അങ്ങനെ ഇരുട്ടു നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരക്കണമെന്ന് കവി ആശംസിക്കുന്നു. മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് അല്ലേ ആശംസ എന്ന കവിത. ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതും അതാണ് അല്ലേ. സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല നമ്മളെല്ലാവരെയും സ്നേഹിക്കണമെന്നും മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേതും കൂടിയാവണം, അവരുടെ സന്തോഷവും നമ്മുടേതു കൂടിയാവണം. അവരുടെ വേദനകളിൽ നമ്മളെന്ത് ചെയ്യണം? അവരെ ചേർത്ത് പിടിക്കണം അല്ലേ. അവരുടെ ദുഃഖങ്ങളൊക്കെ നമ്മളും കൂടി ഏറ്റെടുക്കണം എന്നാണ് കവി പറയുന്നത്. അത് എല്ലാ ജീവികൾക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ. അതിന് അവരെ നാം എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം അല്ലേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കി ഇരുട്ട് നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ എന്ത് വേണം? എന്നും പ്രകാശം പരത്തണമെന്നാണ് കവി പറയുന്നത്. ഈ രീതിയിലുള്ള അർത്ഥമൊന്ന് നോക്കാം. നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ. മന്ദഹസിക്കുക, നോവ്, അലിവ്, പരിഭവം, വെട്ടം. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, നോവ് വേദന, അലിവെന്ന് പറഞ്ഞാൽ ദയ അല്ലെങ്കിൽ കനിവ്, പരിഭവം സങ്കടം, വെട്ടമെന്ന് പറഞ്ഞാൽ വെളിച്ചം. ഇനി ആശംസ എന്ന കവിത എഴുതിയ പി മധുസൂദനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ മികച്ച ബാലകവികളിൽ ഒരാൾ. എറണാകുളം ജില്ലയിലെ വളയൻ ചിറങ്ങരയിൽ ജനിച്ചു. ശ്രീമൂലനഗരം മകവൂർ ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. കൃതികൾ എന്തൊക്കെയാണ്? അതിനും അപ്പുറം എന്താണ്, മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഭൂമി പാടുന്ന ശീലുകൾ, ഞാനിവിടെയുണ്ട്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കവിത താളം പിടിച്ചു ചൊല്ലൂ. കൂട്ടുകാർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കവിത മനോഹരമായിട്ടുള്ള ഇനത്തിൽ ആലപിക്കൂ. താളമിട്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു കവിതയാണിത്. അടുത്തത് എന്താണ്? എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത്? നമ്മളോടൊപ്പം മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ അല്ലേ. നമ്മളോടൊപ്പം എന്താണ്? മറ്റുള്ളവരും സന്തോഷിക്കട്ടെ, മറ്റുള്ളവരോടുള്ള അലിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ, ദയ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അവരുടെ പ്രയാസങ്ങൾ കണ്ടറിയണം നമ്മൾ അല്ലേ. മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും മിടിക്കട്ടെ, നമ്മുടെ ശബ്ദത്തോടൊപ്പം മറ്റുള്ളവരുടേതും ഉയർന്നു മുഴങ്ങട്ടെ. നമ്മൾ മാത്രം ശബ്ദത്തോടെ പറഞ്ഞാൽ അവരും നമ്മുടേതിനൊപ്പം ശബ്ദിക്കട്ടെ. എല്ലാ പരിഭവങ്ങളും ഇല്ലാതാകട്ടെ, സങ്കടങ്ങളൊക്കെ ഇല്ലാതായി മാറട്ടെ, ഇരുട്ടു നിറഞ്ഞ ജീവിതം പ്രകാശമാനമാകട്ടെ. അടുത്ത ചോദ്യം നോക്കൂ. ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ. നമ്മളോടൊപ്പം മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ എന്ന ആശംസയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്.
എല്ലാവർക്കും സന്തോഷിക്കാൻ, വേദനകൾ മറക്കാൻ കഴിയണമെന്ന വിശാലമായ ചിന്തയാണിത്. അടുത്ത ചോദ്യം എന്താണ്? സ്വന്തമായ ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. ഇവിടെ കുറച്ച് ആശംസകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, പക്ഷികളെപ്പോൾ സ്വതന്ത്രമായി പറക്കാൻ നമുക്കും കഴിയട്ടെ. കുട്ടികളെപ്പോൾ പുഞ്ചിരി തൂകാൻ നമുക്കും കഴിയട്ടെ. നമുക്ക് സ്നേഹിക്കാം നിഷ്കളങ്കമായി. നമുക്ക് സ്നേഹിക്കാം കരുതലോടെ. അടുത്തത്, എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും ചിരിക്കട്ടെ. മറ്റുള്ളവരുടെ വേദനയിലും സന്തോഷത്തിലും നമ്മളും പങ്കുചേരണം. ആരോടും വെറുപ്പ് വേണ്ട, നമുക്ക് നല്ല മനുഷ്യരാകാം. ഇരുട്ട് പോകട്ടെ, വെളിച്ചം പരക്കട്ടെ. ഇത്രയും ആശംസകളാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനിയും കണ്ടെത്തി എഴുതാം. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട നല്ല നല്ല കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം? കവിതയുടെ താളം തെറ്റാതെ നോക്കണേ. ഇവിടെ നോക്കിക്കോളൂ. കവിതയിൽ ആദ്യത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ. മന്ദഹസിക്കുന്നതിന് പകരം പുഞ്ചിരി തൂകട്ടെ. ഇനി രണ്ടാമത്തെ നോക്കിയേ. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിൽ വലിവായി പടരട്ടെ. അവരുടെ നോവെന്ന് പറയുന്നതിന് പകരം അവരുടെ ദുഃഖം നിങ്ങൾക്കുള്ളിൽ അലിവെന്നതിന് പകരം ദയയായി പടരട്ടെ. ഇനി അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ. അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ. ശബ്ദത്തിന് പകരം നമുക്ക് നാദം എന്ന് കൊടുക്കാം. അവരുടെ നാദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ. ഇനി നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. നിങ്ങൾ കരുതിയ പരിഭവത്തിന് പകരം നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാകട്ടെ. ഇനി കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതം വെട്ടം നിറയട്ടെ. കാലത്തിൻ്റെ ഇരുട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? തമസ്. ഒരേ അർത്ഥമാണല്ലേ. കാലത്തിൻ്റെ തമസിൽ ജീവിതം, വെട്ടത്തിന് പകരം വെളിച്ചം നിറയട്ടെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നന്നായിട്ട് നോക്കുക. ഇവിടെ കൊടുത്ത ചോദ്യം എന്താണ്? പോസ്റ്റർ പരിശോധിക്കൂ, എന്തെല്ലാം കാണുന്നുണ്ട്, കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ. എന്താണ് നിങ്ങൾ ഈ പോസ്റ്റർ കാണുന്നത്? വിശാലമായ പറമ്പിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത്. മാത്രമല്ല കളിക്കളത്തിനപ്പുറമായിട്ടൊരു മതിലുണ്ട്. ഒരു കൊച്ചുകുട്ടി മതിലിനപ്പുറമുള്ള ആരവങ്ങൾ കേട്ട് കളി കാണാനായി എത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടിക്ക് കളി കാണാൻ കഴിയുന്നില്ല. കുട്ടിയുടെ അച്ഛനോ അപ്പൂപ്പനോ എന്നറിയാത്ത ഒരാൾ മതിലിനിപ്പുറം കസേരയിൽ ഇരുന്നു കൊണ്ട് കളി കാണുന്നുണ്ട്. ഇനി അടുത്ത ചിത്രം നോക്കൂ. അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. 2 പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്? എന്തുകൊണ്ട് പറയും? ഏതാണ് മികച്ച പോസ്റ്റർ? രണ്ടാമത്തെ പോസ്റ്ററാണ് മികച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം ആർക്കും എളുപ്പം വായിച്ചെടുക്കാവുന്ന വിധത്തിലാണ് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ചിത്രീകരണവും ഡിസൈനിങ്ങും അല്ലേ. ഒന്നാമത്തെ പോസ്റ്ററിൻ്റെ ആശയവും ചിത്രവും തമ്മിൽ എന്താണ്? പൊരുത്തപ്പെടുന്നില്ല. കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയും അച്ഛന് കളി കണ്ട് രസിക്കുകയും ചെയ്യുമ്പോൾ മതിലിനപ്പുറം കാണാൻ കഴിയാത്ത കൊച്ചുകുട്ടി എത്തി വലിഞ്ഞ് കളി കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് കുഞ്ഞിനെ ആരും സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം ധരിപ്പിക്കാൻ ആ പോസ്റ്ററിന് കഴിയുന്നില്ല. രണ്ടാമത്തെ പോസ്റ്ററിൽ കളിക്കുന്നവരോടൊപ്പം കളി കണ്ട് ആസ്വദിക്കാൻ കൊച്ചുകുട്ടിക്ക് അച്ഛൻ എന്താണ് അവസരം ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞിനൊരു കസേരയിൽ നിന്ന് മതിലിനപ്പുറമുള്ള കളി കാണാൻ അച്ഛൻ സഹായിക്കുന്നുണ്ട്. കുഞ്ഞ് കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴാതിരിക്കാൻ കരുതലോടെ അച്ഛൻ കുട്ടിയെ പിടിച്ചിട്ടുമുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചർച്ച ചെയ്യൂ. എന്തൊക്കെ വേണം? ആരെയും എളുപ്പം ആകർഷിക്കുന്നതായിരിക്കണം. ഒറ്റ നോട്ടത്തിൽ ആശയം വ്യക്തമാക്കുന്നതായിരിക്കണം. പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയവും തമ്മിൽ എന്താണ്? പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം അല്ലേ. ഇവിടെ മുമ്പ് കൊടുത്ത പോസ്റ്റർ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ആശയവും അതുപോലെ പോസ്റ്ററിലെ ചിത്രങ്ങളും എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പോസ്റ്ററിലെ എഴുത്ത് ദൂരെ നിന്ന് കാണത്തക്ക വിധം വലുപ്പമുള്ളതായിരിക്കണം. ആരെയും ആകർഷിക്കുന്ന നിറങ്ങളുള്ളതായിരിക്കണം അല്ലേ. ഇനി അവസാനത്തെ ചോദ്യം എന്താണ്? നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ കൊടുത്തൊരു ചിത്രം നോക്കൂ. 2 കുട്ടികളും അല്ലേ, കുറേ ചിത്രശലഭങ്ങളും പൂക്കളും. കുട്ടികളെപ്പോൾ പുഞ്ചിരി തൂകാൻ നമുക്കും കഴിയട്ടെ. ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ സ്വന്തം ഉണ്ടാക്കാം. അടുത്ത
ചോദ്യം നോക്കൂ. നേരത്തെ തയ്യാറാക്കി ആശംസകൾ ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ കൊടുത്തിട്ടുള്ള പോസ്റ്റർ നോക്കൂ. പോസ്റ്ററിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? 2 കുട്ടികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, പൂക്കളുണ്ട് അല്ലേ? അതുപോലെ പോസ്റ്ററിൽ എഴുതിയ വാചകം എന്താണ്? കുട്ടികളെപ്പോൾ പുഞ്ചിരി തൂകാൻ നമുക്കും കഴിയട്ടെ. അപ്പം ഇതുപോലുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിർമ്മിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവും പഠന പ്രവർത്തനങ്ങളായി നമുക്ക് കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.